ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ കർത്താവായ ഈശോ മിശിഹ നമ്മളെ ഇന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ഈ ഷാലോം ടി വിയിലൂടെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ കർത്താവിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തുവാനും വേണ്ടിയാണ്. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷ നിങ്ങൾക്കെല്ലാവർക്കും വലിയ ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഈ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അന്ധകാരത്തിൻ്റെ ശക്തികൾ വിട്ടുപോകുമെന്ന കാര്യത്തിൽ അച്ഛന് യാതൊരു സംശയവുമില്ല. കാരണം ദൈവത്തിൻ്റെ വചനം യേശുവാണ്. വചനം മാംസം ധരിച്ച് ലോകത്തിൽ വന്നത് ഈശോയാണ്. അപ്പോൾ വചനം തിരുവചനം നമ്മുടെ ഭവനങ്ങളിൽ പ്രഘോഷിക്കപ്പെടുമ്പോൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത് വേറെ ആരെയുമല്ല, ക്രിസ്തുവിനെയാണ്. നമ്മുടെ രക്ഷകനായ ക്രിസ്തു. ഈ വചനം തിരുവചനം ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വളരെയധികം സങ്കടം നിറഞ്ഞ ഒരു കാര്യം ഉണ്ടായി. അത് വേറെ ഒന്നുമല്ല, ഞാൻ ഒത്തിരി അറിയുന്ന ഒരു യുവദമ്പതികൾ, അവർ നിരന്തരം പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകണമേ. അങ്ങനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം കൊടുത്തു. ഒരു കുഞ്ഞ് പിറന്നു. പക്ഷെ അവർക്ക് ആ കുഞ്ഞിനെ ലഭിച്ചില്ല. പിന്നീടും അവർ ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവമേ, ആദ്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകിയ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയല്ലോ, ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ നൽകണമേ. അവരുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് വീണ്ടും ഒരു കുഞ്ഞിനെ നൽകി. ആറ്റുനോറ്റ് വളരെ ശ്രദ്ധയോടെ ആ കുഞ്ഞിൻ്റെ പ്രസവമൊക്കെ അടുത്തു. പ്രസവം നടന്നു. പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് ലഭിച്ചില്ല. കുഞ്ഞ് ദിവസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പം അതുമൂലം ആ കുടുംബം ഏങ്ങലടികളോടെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ, ഇതെന്താണ് ഈ സംഭവം? ഈ ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് വളരെ പേർ എന്നെ കാണാൻ വന്നു. അതിലൊരാൾ പറഞ്ഞത്, അച്ഛാ, എൻ്റെ മുൻപിൽ ഇന്ന് ആത്മഹത്യ മാത്രമാണുള്ളത്. കടബാധ്യത നിമിത്തം എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ആ കടങ്ങൾ മാറാൻ എന്തെങ്കിലും ഒരു വഴി, എവിടെയെങ്കിലും ഒരു വഴി? ഉദാഹരണം നമ്മൾ പറയില്ലേ, സ്ഥലക്കച്ചവടം നടക്കണമേ, അല്ലെങ്കിൽ പണ്ട് കൊടുത്ത പണം തിരികെ കിട്ടണമേ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഒന്നുമില്ല, എൻ്റെ മുൻപിൽ ഇരുട്ട് മാത്രമാണ്. വേറെ ഒരു സഹോദരി വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത് മരണത്തോടടുത്ത് നിൽക്കുന്ന ഒരു ക്യാൻസർ രോഗിയാണ്. ചെറിയ കുഞ്ഞുങ്ങളുള്ള ഒരമ്മയാണ്. അച്ഛാ, ഞാൻ മരിച്ചുപോയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട്? വേറൊരു അമ്മ പ്രാർത്ഥിക്കാൻ വന്നത് കാലിൻ്റെ മുട്ട് മുതൽ താഴെ വരെ വ്രണങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇതേപോലെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്.
കട്ടിലിൽ തളർന്നു കിടക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ചിട്ടുള്ളവരുണ്ട്, നട്ടെല്ലിൻ്റെ വേദന മൂലം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ട്, തൻ്റെതല്ലാത്ത കാരണത്താൽ കടത്തിൽ ചെന്ന് പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്, വാദത്തിൻ്റെ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, ആസ്മ രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. ഈ എൻ്റെ അടുത്ത് വന്ന രോഗികളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അവരാരും പാപികളല്ല, വളരെ നല്ല മനുഷ്യരാണ്, അവർ നിരപരാധികളാണ്, അവർ വിശുദ്ധരാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തങ്ങൾ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ രോഗപീഡ, പിന്നെ എന്തുകൊണ്ട് ഇത്രയും വലിയ സഹനം അവരുടെ വീടുകളിൽ ലഭിക്കുന്നു? നമ്മൾ പലരും ഈ ചോദ്യം ചോദിക്കും, എന്താണ് ഈ സഹനം? ദൈവം ഉണ്ടോ? ദൈവം എന്തുകൊണ്ട് ഇതിന് ഉത്തരം നൽകുന്നില്ല? പലപ്പോഴും ചോദിച്ചിട്ട് പലരും ആ ഉത്തരം അങ്ങോട്ട് വിഴുങ്ങും. കാരണം അതിൻ്റെ ആഴങ്ങളിലേക്ക് പലപ്പോഴും ആർക്കും പോകാൻ പറ്റാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് രോഗം, എന്തുകൊണ്ട് സഹനം, എന്തുകൊണ്ട് മരണം? പലപ്പോഴും നമ്മളെ അലട്ടുന്ന വലിയ ഒരു ദൈവശാസ്ത്ര പ്രശ്നമാണത്. അപ്പം ഇന്ന് നമുക്കൊരു പരിധിവരെ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സഹനത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന എല്ലാ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ ചെന്നെത്തുന്ന വളരെ പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു കഥാപാത്രമാണല്ലോ ജോബ്. ജോബിൻ്റെ ജീവിതം അറിയാത്തവരായിട്ട് ബൈബിൾ വായിച്ചിട്ടുള്ള ആരുമില്ല. ഈ ജോബിൻ്റെ ജീവിതം എന്ന് പറയുന്നത് കടുത്ത രോഗത്തിൻ്റെയും കടുത്ത നിരാശയുടെയും ഒരു വലിയ ദുരന്തം ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജോബിൻ്റെ വാക്കുകൾ തന്നെ, ജോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം, ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ശൂന്യതയാണ്. ശൂന്യതയുടെ രാവുകളും പകലുകളും. ഇത് ഒരു ദിവസമല്ല, ഇത് 2 ദിവസമല്ല, ഇത് 3 ദിവസമല്ല, ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നു. ഇതാ നാളെ മാറും, മറ്റന്നാൾ മാറും, അടുത്ത ആഴ്ച മാറും, ഇതെന്നും മാറുമെന്ന് പോലും അറിയാത്ത തരത്തിൽ ജോബിൻ്റെ ജീവിതത്തിലേക്ക് വലിയ സഹനം കടന്നു വരികയാണ്, വലിയ ദുരന്തം കടന്നു വരികയാണ്. അടി മുതൽ മുടി വരെ വ്രണങ്ങൾ ബാധിച്ചിരിക്കുന്ന ജോബ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ജോബിൻ്റെ വാക്കുകൾ, ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണ് ആ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്? ജോബിൻ്റെ പരാതിയാണത്, ജോബിൻ്റെ പ്രാർത്ഥനയാണത്, ജോബിൻ്റെ സങ്കടങ്ങളാണ് ആ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന പലരുടെയും പരാതിയും സങ്കടവും ഉള്ളിൽ നിന്ന് വരുന്ന നെടുവീർപ്പുകളും ആണ് ഒരുപക്ഷെ ജോബിൻ്റെ ആ വാക്കുകളോട് ചേർത്ത് പറയാൻ നമുക്ക് സാധിക്കും. ജോബിൻ്റെ തന്നെ വാക്കുകളിലേക്ക് നമുക്ക് വരാം. 7-ാം അധ്യായം 6 മുതൽ 7 വരെ ജോബ് പറയുക, എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു, പ്രത്യാശയില്ലാതെ അത് അസ്തമിക്കുന്നു. അതായത് ഇത് എപ്പോഴെങ്കിലും മാറുമെന്ന് ജോബിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ഈ കടങ്ങൾ എന്ന് മാറും, എൻ്റെ ഈ രോഗങ്ങൾ എന്ന് മാറും, എൻ്റെ ഈ പ്രശ്നങ്ങൾ എന്ന് മാറും, എൻ്റെ കലഹങ്ങൾ എന്ന് മാറും, എൻ്റെ ശത്രുക്കൾ എന്ന് വിട്ടുപോകും, ഇതിനൊരു ഉത്തരമില്ലാതെ വിഷമിക്കുകയാണ്. ജോബിൻ്റെ സങ്കടങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണുകൾ ഓടിക്കാം.
മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു. പട്ടിണി മാത്രമല്ല, ദേഹമാസകലം വ്രണങ്ങൾ, കിടക്കാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥ. ഒന്ന് കിടക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്പം ഒന്ന് ഉറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് സംഭവിക്കുന്നില്ല. എത്രയോ കിടപ്പ് രോഗികൾ, നട്ടെല്ലിന് സുഖമില്ലാത്തവർ, ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചവർ. ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. കിടക്കാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട്. ഒരു വശത്ത് കിടക്കുമ്പോൾ അവിടെ വേദന മൂലം മറ്റു വശത്തേക്ക് ചരിഞ്ഞു കിടക്കാൻ തോന്നും. എല്ലുകളിൽ ക്യാൻസർ ബാധിച്ച് അല്ലെങ്കിൽ മാംസങ്ങളിലൊക്കെ രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്ന എത്രയോ പേര് നീർക്കെട്ടലുകളുമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. പുഴുക്കളും മാലിന്യങ്ങളും ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. ഇതാണ് ജോബിൻ്റെ അവസ്ഥ. പുഴുക്കളും മാലിന്യങ്ങളും, സഹായിക്കാൻ പോലും ആരുമില്ല. ഉണ്ടായിരുന്നവരെല്ലാം ഓടിക്കളഞ്ഞു. ഈ ക്ലേശ രോഗ ദുരന്തങ്ങളുടെ ഇടയിൽ ജോബ് നിശബ്ദമായിട്ട് ചോദിക്കുന്ന ചോദ്യമാ, ദൈവം ഉണ്ടോ? ഈ നമ്മുടെ സർവചരാചരങ്ങളുടെയും അധിപനും ലോകത്തിൻ്റെ സൃഷ്ടാവുമായ ദൈവം ഈ ദുരന്തങ്ങൾ കാണുന്നില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഇന്ന് നയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെ മുഴുവൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഈ ജോബിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ കുറേ ആൾക്കാരിലേക്കാണ്. കുറേ ആൾക്കാർ ഇതിന് ഉത്തരം കണ്ടെത്തി. അങ്ങനെ ഉത്തരം കണ്ടെത്തിയ കുറേ ആൾക്കാരെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പ്രധാനമായിട്ടും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 39 വരെ നാം കണ്ടുമുട്ടുന്ന പത്രോസിൻ്റെ അമ്മായിയമ്മയാണ്. ഈശോ സിനഗോഗിൽ നിന്നിറങ്ങി പത്രോസിനോടും യോഹന്നാനോടൊപ്പം പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അമ്മായിയമ്മ രോഗം ബാധിച്ച് കടുത്ത പനി പിടിച്ച് കിടക്കുക. ഈ അമ്മായിയമ്മയുടെ കഥ പറയുന്നതിന് മുൻപ് മർക്കോസിൻ്റെ സുവിശേഷം ഈ അമ്മായിയമ്മ എന്ന സ്ത്രീയെ മാത്രമല്ല അവതരിപ്പിക്കുന്നത്. നേരത്തെ ചോദിച്ച സഹനങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ കുറേ പേരുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളെ മർക്കോസ് അവതരിപ്പിക്കുക. രക്തസ്രാവക്കാരിയായ സ്ത്രീ, ജൈറൂസിൻ്റെ മകള്, സീറോ ഫിനീഷ്യൻ സ്ത്രീ, അങ്ങനെ നിരവധി പേര് തങ്ങളുടെ സഹനങ്ങൾക്ക്, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവർ ഉത്തരം കണ്ടെത്തി. അവരെങ്ങനെയാണ് ഉത്തരം കണ്ടെത്തിയത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലൂടെയാണ് അവർ ഉത്തരം കണ്ടെത്തിയത്. ഒന്ന്, അവർ അടിയുറച്ച ദൈവവിശ്വാസികളായി മാറി, ദൈവവിശ്വാസത്തിൻ്റെ ഉടമകളായി. അതായത് വ്യവസ്ഥകളില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള വിശ്വാസം, ഡീപ്പ് റൂട്ടഡ് ഫെയ്ത്ത്, വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു ആ സ്ത്രീകൾ. 2, അവർ യേശുവിൽ ആശ്രയിച്ചു. ജോബിന് ലഭിക്കാതിരുന്ന ഭാഗ്യമാണ് ഈ സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ യേശുവിൽ വിശ്വസിച്ചു, അവർ യേശുവിൽ ആശ്രയിച്ചു. ധീരരായ സ്ത്രീകളെ കുറിച്ച് വീണ്ടും മർക്കോസ് പറയുന്നുണ്ട്. കൂടുതൽ തുക
ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന വിധവ, അവൾ ദരിദ്രയാണ്, പട്ടിണിപ്പാവമാണ്. പക്ഷേ അവൾക്ക് വലിയ ബോധ്യമുണ്ട്. അവളുടെ കഷ്ടപ്പാടിനപ്പുറം എത്തിപ്പെടുവാനുള്ള വലിയ ബോധ്യം അവൾക്ക് ലഭിച്ചതുകൊണ്ട് ആ വിധവ തൻ്റെ വരുമാനത്തേക്കാൾ അധികം കൊണ്ട് നിക്ഷേപിക്കുകയാണ്. എല്ലാറ്റിനേക്കാൾ വലുത് ദൈവമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ആ പാവപ്പെട്ട സ്ത്രീ വരുന്നതായിട്ട് മർക്കോസ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു സ്ത്രീ ഒരു വർഷത്തെ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ അഭിഷേകം ചെയ്യുന്നുണ്ട്. വേറൊരു സ്ത്രീ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിൽ യോസയുടെ അമ്മയായ മറിയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ലോകം സ്ത്രീയെ അബലകളായിട്ടാണ് കാണുന്നത്, ശക്തിയില്ലാത്തവർ. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം സ്ത്രീകളെ അബലകളായിട്ടല്ല കാണുന്നത്, ധീരരായിട്ടും ശക്തിയുള്ളവരായിട്ടും തൻ്റെ പ്രശ്നങ്ങൾക്ക്, തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയവരുമായിട്ടാണ് സ്ത്രീകളെ മർക്കോസ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ചുവടെ വരെ എത്തിയത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ. അപ്പോൾ ആ കുരിശിൻ ചുവട് വരെ എത്താനായിട്ട് കാരണമായത് തങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടുള്ള ക്രിസ്തുവിനെ അവർ അറിഞ്ഞു. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പത്രോസിൻ്റെ അമ്മായിയമ്മയെ നമുക്ക് കാണാൻ ശ്രമിക്കാം. ഒരു അമ്മായിയമ്മ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അമ്മായിയമ്മമാരുണ്ട്. ഒരുപക്ഷെ മരുമകളെക്കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ പറയാൻ ശ്രമിക്കാം. ലോകത്തിൽ, സമൂഹത്തിൽ ഇത്രമാത്രം കുറ്റമാരോപിക്കപ്പെട്ടവർ വേറെയില്ല. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗവും വേറെയില്ല. എന്നാൽ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും അമ്മായിയമ്മയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അമ്മായിയമ്മയാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ഇതാ അതിഥികൾ വന്നിരിക്കുക. പനി പിടിച്ചു കിടക്കുന്ന ആ ഒരു പത്രോസിൻ്റെ അമ്മായിയമ്മ അവിടെ തൻ്റെ രോഗത്തിൻ്റെ, തൻ്റെ സഹനത്തിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തുന്നത് കർത്താവായ യേശുക്രിസ്തു അവളെ തൊട്ടു, അവളെ സ്പർശിച്ചു. അവൾക്ക് ഉടൻ തന്നെ അവളെ ബാധിച്ചിരുന്ന രോഗം അവളെ വിട്ടുപോകുകയും അവൾ ചാടി എഴുന്നേറ്റ് ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ സഹനത്തിൻ്റെ ദൈവശാസ്ത്രം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തമായ കരം വെളിപ്പെടുത്തപ്പെടാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കില്ല. പല ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തമായ കരം വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാനുള്ള വലിയ ഒരു ദൈവശാസ്ത്രവും അവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ കർത്താവായ യേശു വരികയും അവളെ തൊടുകയും ചെയ്തപ്പോൾ അവൾക്ക് ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിവാക്കപ്പെടുവാനുള്ള വലിയ അവസരം ലഭിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് രക്തസ്രാവക്കാരിയുടേത്. ഇതുപോലെ തന്നെയാണ് സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ ഭവനത്തിൽ സംഭവിച്ചതും. പ്രിയപ്പെട്ടവരെ,
ഇന്ന് നമുക്ക് ദുരന്തമായി കാണുന്നത്, ഇന്ന് നമുക്ക് സഹനമായി കാണുന്നത്, പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെ വലിയ മഹത്വം ദർശിക്കാൻ സാധിക്കും. നിരപരാധിയായ ജോബിൻ്റെ ആ സഹനത്തിന് അവസാനം ജോബ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക. നഷ്ടപ്പെട്ടത് മുഴുവൻ ജോബിന് തിരിച്ചു ലഭിക്കുക. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാനൊരു വൈദികനാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചൻ ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ മകനെ, നീ വൈദികനാകുമ്പോൾ എനിക്ക് നിൻ്റെ വലതുഭാഗത്ത് നിൽക്കണം. ചില സമയങ്ങളിൽ എഴുതിയിട്ടുണ്ട്, മോനെ, നീ നല്ല വൈദികനാകാൻ വേണ്ടി ഞാൻ ഔസേപ്പിതാവിൻ്റെ നടയിൽ ഭജന ഇരിക്കുക എന്ന് പറഞ്ഞ് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കരിസ്മാറ്റിക് റിന്യൂവലൊക്കെ വളരുന്നതിന് മുൻപ് തന്നെ അനുദിന ബലിയിൽ പങ്കെടുക്കുന്ന, എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്ന ഒരു സാധാരണക്കാരനായ ഒരു ക്രിസ്ത്യാനി എൻ്റെ അപ്പച്ചൻ എഴുതി, നീ വൈദികനാകുമ്പോൾ എനിക്ക് നിൻ്റെ വലതുഭാഗത്ത് നിൽക്കണം. പക്ഷെ ഞാൻ അച്ഛനാകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ അപ്പച്ചൻ പെട്ടെന്ന് മരിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, അല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പച്ചൻ്റെ ആഗ്രഹപ്രകാരം എൻ്റെ വലതുഭാഗത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിക്കുമായിരുന്നല്ലോ. പക്ഷെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. God will never commit mistake. എൻ്റെ അപ്പച്ചൻ മരിച്ച് സ്വർഗത്തിലാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുക. എനിക്ക് വ്യക്തിപരമായിട്ട് എപ്പോഴെല്ലാം വിഷമതകൾ വരുന്നോ, സങ്കടങ്ങൾ വരുന്നോ, എൻ്റെ അപ്പച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയണ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും, അസാധാരണമായൊരു ബലം, അസാധാരണമായൊരു ശക്തി സ്വർഗത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ദുരന്തമായിരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കിന്നൊരു അനുഗ്രഹം പോലെയാണ്. എൻ്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥനയും സ്വർഗത്തിലിരുന്നു കൊണ്ടുള്ള സാന്നിധ്യവും എനിക്ക് വലിയ സംരക്ഷണമാണ്. അപ്പോൾ ഇന്ന് പ്രഘോഷിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ്. ആ ഒരു സുവിശേഷം ലോകത്തിന് സഹനത്തിൻ്റെ മുൻപിൽ പ്രഘോഷിക്കപ്പെടണം. അതാണ് സഹനത്തിൻ്റെ, കുരിശിൻ്റെ വഴിയിലൂടെ രക്ഷ നേടിത്തന്ന ക്രിസ്തു. പൗലോസ്ലീഹ പറയുന്നത് ഓരോ ക്രിസ്ത്യാനിയും പ്രഘോഷിക്കേണ്ടത് ഈ സുവിശേഷമാണ്, ക്രിസ്തു എന്ന സുവിശേഷത്തെ. ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനം 1:1, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് മനുഷ്യരിൽ നിന്നോ മനുഷ്യർ മുഖേന അല്ല, യേശുക്രിസ്തു മുഖേനയാണ്. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച പിതാവ് മുഖേനയാണ്. അപ്പോൾ നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാ. ഇന്ന് ലോകത്തിന് മുഴുവൻ യേശുക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കണം. അതായത് നമ്മുടെ വീടുകളിൽ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അക്രൈസ്തവർ നോക്കിക്കാണും, എടാ ആ വീട്ടിൽ രോഗങ്ങളുണ്ട്, ആ വീട്ടിൽ സങ്കടങ്ങളുണ്ട്, എന്നിട്ടും ആ വീട്ടിലെ അഭിഷേകം, ആ വീട്ടിലെ സമാധാനം. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണുകളിൽ ഇത്രമാത്രം തേജസ്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും പ്രാർത്ഥനയിലും കഴിയാൻ സാധിക്കുന്നത്? നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവായ യേശുക്രിസ്തു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കലാണ് നമ്മുടെ ദൈവവിളി. പത്രോസ്ലീഹ പരിച്ഛേദനം ചെയ്യപ്പെട്ടവരോട് വചനം പറഞ്ഞുവെങ്കിൽ പൗലോസ്ലീഹ പറയുകയാണ്, 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 16 മുതൽ 19 വരെ, പരിച്ഛേദനം ചെയ്യപ്പെടാത്തവരുടെ ഇടയിലേക്കാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് നാനാജാതി മതസ്ഥരിലേക്ക്. ഇത് നമുക്ക് ഓരോരുത്തർക്ക് ലഭിച്ചിരിക്കുന്ന
വ്യക്തിപരമായ ഒരു ദൈവവിളി കൂടിയാണ്. ഈ ലോകത്ത് നിരവധി സഹനങ്ങൾ, ക്ലേശങ്ങൾ, രോഗങ്ങൾ, ജനങ്ങൾ പരക്കം പായുക. ഞങ്ങൾ ആരുടെ അടുത്ത് പോകണം? ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ വചനത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. അവൻ്റെ വചനത്തിന് നമ്മളെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അവൻ്റെ വചനത്തിന് നമുക്ക് രോഗശാന്തി കിട്ടും. അവൻ്റെ വചനത്തിന് ഡെലിവറൻസ് നൽകാൻ കഴിവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ക്ലേശങ്ങളും രോഗങ്ങളും കിടപ്പ് രോഗികളായിട്ടുള്ളവർ എല്ലാവരെയും നമുക്കിപ്പോൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സഹിച്ചതുപോലെ ഈ പീഡകൾ അനുഭവിക്കുന്ന സകല മനുഷ്യരെയും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. നീയാണ് ഞങ്ങളുടെ സത്യം, നീയാണ് ഞങ്ങളുടെ വഴി, നീയാണ് ഞങ്ങളുടെ ജീവൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.